പക്ഷേ ആരോഗ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ അതൊരു പുതിയ മോഡലായിട്ടാണ്. പക്ഷേ അത് ജയിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ കൂടുതലും പ്രശ്നം. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇത്രയും പ്രശ്നമില്ല. ദേ ആർ ഓൾമോസ്റ്റ് അവെയർ. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇപ്പം കൂടുതൽ ഈ പെർസെൻറ്റേജ് ഓഫ് റൈസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതലുള്ളതാണ്. ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ഏറ്റവും ഉള്ള പ്രധാന മോഡൽ ശരിക്കും കേരളമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നേക്കുന്നത്. കാരണം ഈ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ബിസിനസ് എന്നുള്ളൊരു വാക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഇൻകത്തിന് വേണ്ടി ഒരു അഡ്വർടൈസ് ചെയ്യാത്തൊരു സ്ഥാപനമാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അഡ്വർടൈസ് ചെയ്തിട്ടേ ഇല്ല ഇന്നേ വരെ. സർ, ഈ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ഹബ്ബ്, അതൊരു റിലേറ്റീവ്ലി ന്യൂ ടേം ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം, ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നും കൂടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നാൽ അത്രയും കൊമേഴ്ഷ്യലൈസ്ഡ് അല്ലാത്ത രീതിയിലുള്ള ആൾക്കാർക്ക് ഗുണകരമാകുന്ന ഒരു സ്ഥാപനം സാറ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സാറിന് മോഡൽ ചെയ്യാനായിട്ട് അധികം മോഡൽസുകളൊന്നും നമ്മുടെ ജോഗ്രഫിക്കകത്ത് ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അടിസ്ഥാനപരമായിട്ട് സാറ് എന്തിനെ ആശ്രയിച്ചാണ് ഇങ്ങനൊരു ഡിസൈൻ കൊണ്ടുവന്നത്? അല്ല, അത് ഒരു ഡിസൈൻ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനുവേണ്ടി ക്രമേണ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഈ ഇവിടെ വരുന്ന ഈ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളെ ഏതൊക്കെ രീതിയിലാണ് അവരെ ഇത് പഠിപ്പിക്കാനുള്ളതെന്ന് ഉള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയത്. അല്ല, ഒരു പ്രത്യേക ഒരു മോഡൽ എന്ന് പറയാനില്ല. ഞാൻ നെറ്റിലൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഈ രീതിയിലുള്ളൊരു ഹെൽത്ത് കെയർ ഹബ്ബ്, ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്നുള്ള. പക്ഷേ അത് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആയുർവേദ റിസോർട്ട്, ഹെൽത്ത് കെയർ റിസോർട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ആയുർവേദ റിസോർട്ടുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലാതെ പ്യുവർലി പ്രിവെൻറ്റീവ് കെയറിനുള്ളൊരു വളരെ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ US പോലും ഒരു വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു എണ്ണത്തിനെ കുറിച്ച് 1500 ഏക്കറിലുള്ളൊരു പ്രിവെൻറ്റീവ് പക്ഷേ അവിടെയും ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അവിടെ ഹോളിസ്റ്റിക് മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള രീതിയിലുള്ളൊരു മോഡൽ ശരിക്കും പറഞ്ഞാൽ എങ്ങും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ എങ്ങും അങ്ങനെയുള്ളൊരെണ്ണം കണ്ടിട്ടില്ല. പക്ഷേ പലയിടത്തും ട്രീറ്റ്മെൻറ്റ് കൂടെ ചേർന്ന് അതിൻ്റെ കൂട്ടത്തിൽ കുറേ അഡ്വൈസ് കൂടെ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ. പക്ഷേ ആരോഗ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ട്രീറ്റ്മെൻറ്റിന് ആദ്യം ഒരു ടേം ആലോചിച്ച പ്രീ ഹോസ്പിറ്റൽ റിസോർട്ട് എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ, പക്ഷേ അതിൻ്റെ ഒരു ടേം ശരിയാവത്തില്ല. പ്രീ ഹോസ്പിറ്റൽ പറയുമ്പോൾ അടുത്ത ഹോസ്പിറ്റലോട്ടാണ് എന്നുള്ളൊരു, അതുകൊണ്ടാണ് ഈ പ്രിവെൻറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു പുതിയ മോഡലായിട്ടാണ്. പക്ഷേ അത് ജയിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഇത്രയും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ കൂടുതലും പ്രശ്നം. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇത്രയും പ്രശ്നമില്ല. ദേ ആർ ഓൾമോസ്റ്റ് അവെയർ. അവരുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് മോസ്റ്റ് ഓഫ് ദം ആർ അവെയർ. അതിനുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇപ്പം കൂടുതൽ ഈ പെർസെൻറ്റേജ് ഓഫ് റൈസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതലുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. എണ്ണത്തിൽ ചിലപ്പം മറ്റുള്ള ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കാം ചില രാജ്യങ്ങളിൽ. പക്ഷേ എന്നാലും ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് സാമ്പത്തിക അഭിവൃദ്ധി വരികയും അതിൻ്റെ ഫലമായിട്ടുള്ള ഈ ട്രാൻസിഷൻ പീരീഡിലുള്ളവരാണ് ആ സമയത്ത്. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഡയറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യാനും ചിലപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡ്. യൂറോപ്പിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഡയബറ്റീസൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിൽ. ആ ഒരു സ്റ്റേജ് വരുന്നവരെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ഏറ്റവും ഉള്ള പ്രധാന മോഡൽ ശരിക്കും കേരളമാണ്. ഹൗ ഫാസ്റ്റ് യു ക്യാൻ ഡെവലപ്പ് എന്നുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നേക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് വരുന്നുണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു
ഒരു ഹോസ്പിറ്റലും സാറ് സ്വന്തമായി നടക്കുന്നുണ്ട്. രണ്ടും കംപ്ലീറ്റ്ലി 2 കോൺസെപ്റ്റിൽ റൺ ചെയ്യുന്ന 2 സ്ഥലം ഒരേ ഐഡിയയിലേക്കുള്ള 2 തരം രീതികളാണ് സാറ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യാം. ബിസിനസ് സ്കില്ലിൻ്റെ കൂടെ ഒരു ആവശ്യമുണ്ടല്ലോ. സാറിൻ്റെ ഒരു ഹിസ്റ്ററി വായിച്ചിടത്തോളം വളരെ സൗമ്യനായ, യാതൊരു തരത്തിലുള്ള ഈഗോയും ഇല്ലാത്തൊരു ഹ്യൂമൻ ബീങ് ആണ് സാറ്. എങ്ങനെ ഈ കോൺട്രഡിക്ഷൻസ്, സാറ് വളരെ ഓപ്പണായിട്ടുള്ള, എല്ലാവരെയും ഒരുപോലെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലും ബിസിനസ് സ്കില്ലും അതിൻ്റെ കൂടെ ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയറും കൂടെ സാർ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്? അല്ല, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർപ്രിനർഷിപ്പ് അല്ലെ ബിസിനസ് അങ്ങനെയുള്ളൊരു ടേംസ് എനിക്ക് പിന്നെ ഇറ്റ്സ് എ ന്യൂ തിങ് ഫോർ മീ. ഓക്കെ. കാരണം ഈ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ബിസിനസ് എന്നുള്ളൊരു വാക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ബിസിനസ്സാണ് ഓഫ് കോഴ്സ്, അവിടെ നിന്ന് ഇൻകം കിട്ടിയാലേ നമുക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇഫ് യു ഗോ കുഴപ്പമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇൻകം വെൽക്കം. ഒരിക്കലും ഇൻകത്തിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഈവൻ അഡ്വർടൈസ് ചെയ്യാത്തൊരു സ്ഥാപനമാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അഡ്വർടൈസ് ചെയ്തിട്ടേ ഇല്ലെന്നേ വരെ. പിന്നെ ചില നിർബന്ധമായിട്ട് ആരെങ്കിലും ചില മീഡിയ വരുമ്പോൾ അവരുടെ നിർബന്ധത്തിന് തുടങ്ങി ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ സ്പേസ് ഡൊണേറ്റഡ് ബൈ എ വെൽവിഷർ എന്ന് എഴുതാനാണ് പലപ്പോഴും പറയാറ്, ഹോസ്പിറ്റലിലെ പേരെഴുതാതെ. കാരണം കൂടുതൽ കൊടുക്കാൻ അങ്ങനെ അഡ്വർടൈസ് ചെയ്യാറേ ഇല്ല. പക്ഷേ അത് ഹോസ്പിറ്റൽസ് അങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ അത് സക്സസ് ആയി. ആ ഒരു തോട്ട് പ്രോസസ്സിൽ ആ രീതിയിൽ പോയോണ്ട് ഞാൻ സക്സസ് ആയി എന്ന് വെച്ചുകൊണ്ട് എല്ലാവരും സക്സസ് ആവണമെന്നില്ല. പക്ഷേ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണരുത് എന്നുള്ള ചിന്ത ഉണ്ട് ഇപ്പോഴും എനിക്ക്. പക്ഷേ അത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത തലമുറയ്ക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിനെ എല്ലാവരും കാണുന്നതും. അപ്പോൾ പിന്നെ യു ഹാവ് ടു ഗോ ദാറ്റ് വേ. അപ്പോൾ ആ നിലയിൽ ഞാനൊക്കെ കുറച്ച് ആ പഴയ തലമുറയിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം അങ്ങനെയാണ്. ഹോസ്പിറ്റലിന് ഓഫ് കോഴ്സ് വരവും ചിലവും ചേർന്ന് പോയേ പറ്റുള്ളൂ. കുറച്ച് പ്രോഫിറ്റും വന്നേ അത് സസ്റ്റെയിൻഡ് ആയിട്ട് പോകത്തുള്ളൂ. അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ആരോഗ്യനിലയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്, ഈ ഒരു മോഡൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ടി. ഒരു പുതിയ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വെഞ്ചർ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും ഒരു മോഡൽ മുമ്പിലില്ലാത്ത ഒരു വെഞ്ചർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനും ഇതൊരു ബ്രേക്ക് ഈവനായിട്ട് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ളൊരു ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എല്ലാവരും തിരിച്ചറിയുന്നുള്ളതാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും അറിഞ്ഞു നിവർത്തിയുള്ളൂ. സർ, എല്ലാ വർഷവും ഈ ഡയബറ്റിക്സ് ഡേ ദിനാചരണം നടക്കാറുണ്ടല്ലോ ഇവിടെ ആരോഗ്യനികേതനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ വർഷവും സാർ പുതിയ പുതിയ ആൾക്കാരെ വിളിക്കുന്നു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനത്തെ പല അനുഭവങ്ങളും സാറിന് ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരാളോ അവർ പറഞ്ഞൊരു വാക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സാർ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ? വേൾഡ് ഡയബറ്റീസ് ഡേ നവംബർ 14-നാണ്. നമ്മുടെ ശിശുദിനം ആ ദിവസമാണ്. അത് 2006-ലൊക്കെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഡേ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം ആ സമയം മുതൽ തന്നെ മിക്കവാറും എല്ലാ വർഷവും ഞാൻ ഈ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും ചെറിയ രീതിയിലൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ആചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡയബറ്റീസിൻ്റെ ചികിത്സയെക്കുറിച്ചും ഡയബറ്റീസിൻ്റെ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങളിലൊരു അവയർനെസ് ഉണ്ടാക്കുക. പിന്നെ അന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാതെ പോകുമായിരുന്നു, ഒരു ലാബ് ഫെസിലിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഡിറ്റക്ഷൻ്റെ ക്യാമ്പുകൾ നടത്തുക, അതൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ആദ്യകാലത്തൊക്കെ ഉള്ള രീതി, അജണ്ട എന്നത്. അപ്പോൾ അതോടൊപ്പം ഞങ്ങളൊരു എക്സിബിഷനും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സിബിഷനും ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു പന്തലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂളിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 5 days ഒക്കെ എക്സിബിഷനൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പൊതുജനങ്ങളുമായിട്ടൊക്കെ ഈ ആൾക്കാരുമായിട്ട് സംവദിക്കാനായിട്ട് ആരെങ്കിലും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ മീൻവെയിൽ ഈ നവംബർ 14-ൻ്റെ പ്രാധാന്യം ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അത് ഈ ഇൻസുലിൻ കണ്ടുപിടിച്ച ഫ്രെഡറിക് ബാൻഡിങ് എന്ന് പറഞ്ഞൊരു, ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അവരുടെ അതിൽ ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ് നവംബർ 14. 1921-ലാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ 1921 ഒരു നവംബർ 14-നാണ് അത് പ്രഖ്യാപിക്കുന്നത്. രണ്ടും കോയിൻസിഡൻസ്. അപ്പോൾ അതാണ് ഈ നവംബർ 14 അങ്ങനെ ഡേ വരാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ അത് എല്ലാ വർഷവും നടത്തുമ്പോൾ ഇങ്ങനെ പലരെയും വിളിക്കാറുണ്ടായിരുന്നു. ഓർമ്മയിലുള്ളത് നേരത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നർമ്മമായിട്ട് നല്ല രസകരമായിട്ട് സംസാരിക്കുന്ന ആളാണ്.
അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ രോഗികളുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂർ ഒരു സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വന്നത് 1.5 മണിക്കൂറോളം എല്ലാ ഈ സംശയങ്ങൾ ചോദിക്കുന്നതും അദ്ദേഹവും ഞാനും കൊണ്ടായിരുന്നു സ്റ്റേജിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. ഞാനൊരു ധാരാളം പ്രസംഗങ്ങൾ പോകുന്ന ആളായിരുന്നില്ല മരണം വരെയും. അപ്പം അതൊരു നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഒരു PC സനൽകുമാർ എന്ന് പറഞ്ഞൊരു ഹാസ്യ സാഹിത്യകാരനായിരുന്നു. കളക്ടർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന ആളാണ്. ഒരു പ്രാവശ്യം അദ്ദേഹമായിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ സരസമായിട്ട് സംസാരിക്കുന്ന ആളാണ് സനൽകുമാർ. പുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ചില പിന്നെ ഫലിതത്തിൻ്റെ. അപ്പോൾ അതും വളരെ എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്ത 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർക്കുന്നത് ജയകുമാർ സാറ്, റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ സാറിനെ 1 പ്രാവശ്യം വിളിച്ചായിരുന്നു. ജയകുമാർ സാറിൻ്റെ ഈ പ്രസംഗത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന 1-2 ഭാഗമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ കൂട്ടത്തിൽ ഈ പറയും ഡയബറ്റീസ് ഒരു ക്രോണിക് രോഗമാണ്, അത് വലിയ മാരകമായിട്ടുള്ള രോഗമൊന്നുമല്ല, പക്ഷേ അതിനെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു രോഗമാണ്. കാരണം ഇതിനിപ്പോൾ എനിക്ക് രോഗമുണ്ടെങ്കിൽ ഞാനതിനെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൊണ്ട് നടക്കാം. കൂട്ടുകാരനെ പോലെ കൊണ്ട് നടക്കുന്നതുകൊണ്ടൊരു കുഴപ്പമുണ്ടാകത്തില്ല. അന്ന് തന്നെയല്ല, പല തെറ്റായ രീതികളിലേക്ക് ഞാൻ പോകുന്നതിന് എന്നെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. പുള്ളി ഉദ്ദേശിച്ചത് ഇപ്പം ഡ്രിങ്ക്സ് കഴിക്കുക അല്ലെങ്കിൽ പുക വലിക്കുക. അപ്പോൾ ഈ രോഗമുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ ഈ കൂട്ടുകാരൻ തടഞ്ഞു നിർത്തുകയും കൂടെ ചെയ്യും. അപ്പം ഒരു നല്ല കൂട്ടുകാരനായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കണം. രോഗത്തോടൊരു റെസ്പെക്റ്റ് വേണം, അതിനൊരു കെയർ ചെയ്യണം. അങ്ങനെ കൊണ്ട് നടന്ന പ്രശ്നമില്ലാത്ത രോഗമാണ്. അതേസമയം ഈ കൂട്ടുകാരനെ വെറുപ്പിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണ് ഡയബറ്റീസ്. അതാണ് എൻ്റെ കാതലായ ഒരു കാര്യം. അത് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തൊരു കവി ഹൃദയമുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊക്കെ അത് പറയുമെങ്കിൽ തന്നെയും ഈ രീതിയിൽ അത് അവതരിപ്പിച്ചത് എല്ലാവർക്കും വളരെ, ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ക്യാൻ ബി എ വെരി നാസ്റ്റി ഡിസീസ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. പക്ഷേ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിന്, ഈവൻ ലൈഫ് സ്പാൻ പല സ്റ്റഡീസ് കാണിക്കുന്ന ലോഞ്ചിവിറ്റി വലുതായിട്ട് കുറയ്ക്കുന്നില്ല. ഒരു 4-5 ജീവിച്ചിരിക്കുന്നതിൽ ലോഞ്ചിവിറ്റി 4-5 കൊല്ലം പല സ്റ്റഡീസ് കാണിക്കുന്നത് മാക്സിമം ഒരു 5 കൊല്ലമൊക്കെ കുറയ്ക്കുന്നുള്ളൂ, കൺട്രോൾഡ് ആണെങ്കിൽ മാക്സിമം. അല്ലാതെ അപ്പോൾ ഒരു ലോഞ്ചിവിറ്റിക്ക് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് ബാധിക്കുന്നത് കൺട്രോൾഡ് അല്ലെങ്കിൽ. കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു കിഡ്നിക്ക് അല്ലെങ്കിൽ കാലിന് അല്ലെങ്കിൽ ഹാർട്ടിനൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഈ ഇത് കൊണ്ടുനടന്ന അതൊരു ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും. പിന്നെ ഞങ്ങളുടെ പ്രൊഫസേഴ്സിനെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇപ്പം മരിച്ചുപോയ ആളുകളുണ്ട്, അങ്ങനെ പലരും എല്ലാ വർഷവും ആരെങ്കിലും ഇങ്ങനെ വരുമായിരുന്നു. എൻ്റെ പ്രൊഫസേഴ്സ് തന്നെ വന്ന് ഒരു ആൾക്കാർ വേണ്ടി സംവദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എക്സിബിഷൻസും അതുപോലെ തന്നെ എല്ലാവരും വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ആ സമയത്തൊക്കെ ഈ വരച്ചുണ്ടാക്കുന്ന എഴുതിയുണ്ടാക്കുന്ന ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ വെച്ച്, അതുപോലെ തന്നെ ഡയറ്റിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കാനുള്ളതും എക്സിബിറ്റ്സ്, അതിൻ്റെയൊക്കെ എക്സിബിറ്റ്സും ഒക്കെ വെക്കുമായിരുന്നു. കുറേ എഫേർട്ട് എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. നവംബർ 14 ഇപ്പോഴും എല്ലാ വർഷവും ഇപ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട്. നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ പല സ്കൂളുകളിലും, ഈവൻ എല്ലാ സ്കൂളുകളിലും നമ്മൾ ആ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും അതേ ദിവസം ആചരിക്കുന്നതിന് നമ്മൾ അതിൻ്റെ ഈ ബാനറുകളൊക്കെ അയച്ചു കൊടുക്കുകയും ഒരേ സമയം എല്ലാ സ്കൂളും കേരളത്തിലുള്ള ഈ 800 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരേ സമയം നടത്തുന്നതിന് അതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം നമ്മൾ തന്നെയായിരുന്നു. പോയില്ല, 1-2 സ്കൂളിലേ പോയുള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്തൊരു ഒരു റാലി നടത്തിയായിരുന്നു, രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് മ്യൂസിയം വരെ കുറച്ച് ഭാഗം. ഒരു കുതിരമാളികയുടെ അല്ല, മറ്റേ രാജ്ഭവൻ്റെ അപ്പുറത്തെ രാജാവിൻ്റെ കൊട്ടാരമുണ്ട്, അവിടെ നിന്ന് മ്യൂസിയം വരെ. അവിടെ സ്റ്റുഡൻസ് 1000-ഓളം സ്റ്റുഡൻസും എല്ലാം കൂടെ പങ്കെടുത്തുണ്ട്, റാലി പോലെ അത് നടത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ആലപ്പുഴയും പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ 1-ാം തീയതി മുതൽ നവംബർ 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് റാലി, അതായത് അടൂരിൽ നിന്ന് തുടങ്ങി ഈ 2 ജില്ലയിലെ എല്ലാ പ്രധാന ടൗണുകളും കവർ ചെയ്തുകൊണ്ട് ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗൺ വരെ ഒരു ദിവസം, അവിടെ നിന്ന് പിന്നെ അടുത്ത, അപ്പോൾ വേറൊരു സ്കൂളായിരിക്കും, അങ്ങനെ ഓരോ സ്കൂളുകാർ. അങ്ങനെ 14-ാം തീയതി ലാസ്റ്റിൽ ആലപ്പുഴയായിരുന്നു സമാപിച്ചത്. അതിന് ശരിക്കും ഞാൻ ഗ്ലോബൽ ഡയബറ്റീസ് വാക്ക് അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു, വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ. അത് ലോകത്തിലെ ഏറ്റവും നല്ല ഗ്ലോബൽ ഡയബറ്റീസ് വാക്ക് അവാർഡ് കിട്ടിയായിരുന്നു ആ വർഷം.
അപ്പോൾ ലോകത്തെമ്പാടും ഇങ്ങനെയുള്ള വാക്കുകൾ വേൾഡ് നടക്കുന്നുണ്ട്. ഡയബറ്റീസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ലോകത്തെ പലയിടത്തും ഈ വർഷം ഇനിയിപ്പോൾ എൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അത് നമ്മളും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഗ്ലോബൽ ഡയബറ്റീസ് വാക്ക് ഏറ്റവും നല്ല, അപ്പോൾ അതെല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് എൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജഡ്ജ് ചെയ്യും. ജഡ്ജ് ചെയ്തിട്ട് ആ ഒരു വർഷം നമുക്ക് കിട്ടിയായിരുന്നു. സാർ, ഇത്രയും അംഗീകാരങ്ങൾ ഇങ്ങനെ വന്നിട്ടും പുറത്ത് ഇതിനൊരു ഭയങ്കര സ്വീകാര്യതയൊന്നും വരാത്തതുപോലെ എനിക്കിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? അല്ല, അത് ഈ അറിയാത്തത് കൊണ്ടാണ് അറിയാത്തതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ ഈ അങ്ങനെ ഒരു ശ്രദ്ധ ഇപ്പം ഒരു നാട്ടിൻപുറമാണ്. ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തോ എറണാകുളത്തൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ശ്രദ്ധിക്കപ്പെടും. അതിൻ്റെയാണ്. പിന്നെ നമ്മളങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് പോയിട്ടുമില്ല. പക്ഷെ അത് എല്ലാ വർഷവും ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മൾ ഒരു കോട്ടയം ഓട്ടം സംഘടിപ്പിച്ചത്. പന്തളം ടൗണിൽ നിന്ന് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഇവിടെ വന്ന് സമാപിച്ച് അതിന് തന്നെ അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചെടുത്ത പത്തനംതിട്ട DYSP ആയിരുന്നു, സന്ദേശം കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷവും അതിൻ്റെ ഒരുക്കങ്ങൾ നവംബർ 14 ആകുമ്പോഴത്തേക്ക് വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് പങ്കെടുക്കും എല്ലാ വർഷവും. ഇപ്പം നമുക്ക് പങ്കെടുക്കാൻ വളരെ ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ. ഓക്കെ സാർ, ഈ സാറിൻ്റെ ബുക്കല്ല ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാറ് മുന്നിട്ടിറങ്ങിയ എല്ലാ പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു സർവീസ് സംഘടന അല്ലെങ്കിൽ ഒരു വോളണ്ടറി ആയിട്ട് വന്ന കുറേ ആൾക്കാർ, സന്നദ്ധ സംഘടനകളുടെ സഹായം, പേരറിയാത്ത മനുഷ്യരുടെ സഹായം, ഇങ്ങനെ കുറേ നമുക്ക് മെൻഷൻ ചെയ്യാൻ ഒരു അഡ്രസ്സോ പേരോ ഇല്ലാത്ത കുറേ ആൾക്കാരുടെ സഹായങ്ങൾ, അവരാരാലും മെൻഷൻ ചെയ്യാൻ പോകാത്ത ഒരു സഹായങ്ങൾ സാറിന് ഒരുപാട് കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഹെൽത്തിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആരോഗ്യത്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റിയെക്കാളും ഇമ്പാക്റ്റ് ഈ സന്നദ്ധ സംഘടനകൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ഒരു ലൈഫിൽ ഈ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഏത് രീതിയിലാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അത് കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത് തന്നെ ഒരു വളരെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, ഡെൻമാർക്ക് ബേസ്ഡ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ ലോകത്തെമ്പാടുമുള്ള ഓരോ വർഷവും ഒരു 15-20 പ്രോജക്റ്റുകൾക്ക് അവർ സഹായം കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് 2 പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്. അതൊരു നല്ല അനുഭവമായിരുന്നു. അതിൻ്റെ ഒരു ചീഫ് അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യക്കാരനാണ്, അനിൽ കപൂർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പലതവണ 2-3 പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടു. അതിന് ശേഷം തന്നെയും അതൊരു നല്ല അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ പിന്നെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ തുടങ്ങിയത് ഉണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവയർനെസ്സൊക്കെ വന്നത് ഉമാപ്രേമൻ എന്ന് പറഞ്ഞൊരു തൃശ്ശൂരുള്ള ഒരു ലേഡിയാണ്. അവരുടെ ഒരു ശാന്തി ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവരുടെ. അതെന്ത് അല്ല, ക്ലിനിക്കല്ല, അവരുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു നോൺ NGO ആണ്. അപ്പോൾ അവർക്ക് ഈ ഉമാപ്രേമൻ്റെ അവരെക്കുറിച്ചും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അവർ പൽപ്പസ്ട്രിയെ കിട്ടിയ ആളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ കിഡ്നി ആദ്യം ഡൊണേറ്റ് ചെയ്തു ഒരു പരിചയമില്ലാത്തൊരാളിന്. അതായത് 2000-ന് മുമ്പാണ്. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് കേരളത്തിൽ അറിഞ്ഞൊക്കെ തുടങ്ങിയ സമയത്ത് അവർ ഇപ്പോഴും ഉണ്ട്. ഷീ ഈസ് സ്റ്റിൽ വെരി ആക്റ്റീവ് ഇൻ ദ NGO ഫീൽഡ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർ ഏതോ ഒരു ഹോസ്പിറ്റലിൽ വേറെ പേഷ്യനെ കാണാനായിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ ഒരു 18-20 വയസ്സുള്ളൊരു പയ്യന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ നോബഡി ടു ഹെൽപ്പ് ഹിം, ആർക്കും ഡൊണേറ്റ് ചെയ്യാനും ആരുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ കിഡ്നി തരാമെന്ന് അവനോട് പറഞ്ഞു. അയാളൊരു മുസ്ലിം പയ്യനാണ്, ഈസ് എ ഹിന്ദു. അപ്പം അത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിശ്വാസമായില്ല. അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കയറി ഇവർ പറഞ്ഞു ഞാൻ എൻ്റെ കിഡ്നി അയാൾക്ക് കൊടുക്കാം. അയാൾ കണ്ട ആ ഒരു സിമ്പതി തോന്നിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അന്ന് തന്നെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അയാളൊരു ഓട്ടോ മെക്കാനിക്കായിരുന്നു. അത് ഇവരുടെ കൂടെ ഈ ഓർഗനൈസേഷനിൽ അവരും ചേർന്ന് അങ്ങനെയാണ് പുള്ളിക്കാരി ആ ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ധാരാളം കിഡ്നി ഡൊണേഷൻസ് നടന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഡയാലിസിസ് യൂണിറ്റ് പല ഹോസ്പിറ്റലിലും അന്ന് ഡയാലിസിസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ 2000-2500 രൂപയൊക്കെ ആയിരുന്നു ഡയാലിസിസ് ചെയ്യുന്നതിന്. അപ്പോൾ എല്ലാം ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്യണം ക്രോണിക് ഡയാലിസിസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആയുഷ്കാലം ജീവിച്ചിരിക്കണമെന്നുള്ളിടത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയായിരുന്നു. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇവർ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ട് ഡയാലിസിസ് യൂണിറ്റ് തൃശ്ശൂർ ഒരെണ്ണം തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രാഞ്ചുകൾ പലയിടത്തും. അപ്പം അത് ആ സമയത്ത് ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരുന്നു. എവിടെ വെച്ചോ ഒന്ന് മീറ്റ് ചെയ്ത് ഞാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഡൊണേഷനൊക്കെ കൊടുക്കുമായിരുന്നു അതിന്.
അവരുടെ ആ സംഘടനയ്ക്ക് വോളണ്ടറി ആയിട്ട് തന്നെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു സാമ്പത്തികമായിട്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ അടുത്തറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവർ വൈ കോണ്ട് യു സ്റ്റാർട്ട് സെൻറ്റർ ഇൻ യുവർ ഹോസ്പിറ്റൽ അവർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് പറഞ്ഞു കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ് വരെ, ഒരു 10-12 വർഷത്തോളം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലായിടവും ഗവൺമെൻറ്റും ഒക്കെ ധാരാളം ഈ ഫ്രീ ഡയാലിസിസ് ഉണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് വളരെ സബ്സിഡി ആയിട്ട് അന്ന് 2000-2500 രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഈ ഡയാലിസിസ് യൂണിറ്റിന് 500 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ ഒരു സിറ്റിങ്ങിന്. അപ്പോൾ അവരാണ് നമ്മൾ സ്പേസും കറണ്ടും അതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. സ്പേസും കൊടുത്തു. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നമ്മുടെ സേവനവും നഴ്സസിൻ്റെ ആവശ്യമുള്ള സേവനങ്ങളും ബാക്കിയെല്ലാം മെഷീൻ കൊണ്ടുവന്നത് സെറ്റപ്പ് ചെയ്തെല്ലാം ആ ഫൗണ്ടേഷനാണ്. അതൊരു കുറേ വർഷങ്ങളിലേക്ക് ചെയ്തായിരുന്നു. നമുക്കൊരു 6 മെഷീൻസ് ഉണ്ടായിരുന്നു. 6 ഡയാലിസിസ് മെഷീനിൽ 3 ഷിഫ്റ്റൊക്കെ ആയിട്ട് ധാരാളം പേർക്ക്. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ വളരെ വ്യാപകമായപ്പോഴത്തേക്ക് ആണ് പിന്നെ അത് നിർത്തിയത്. അപ്പോൾ എല്ലായിടവും ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്. അത് തന്നെയല്ല, ഇതിൽ തന്നെ തീരെ അഫോർഡ് ചെയ്യാത്തവർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവരുടെ ആ ഇനിഷ്യേറ്റീവിൻ്റെ കൊണ്ട് വന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയാലിസിസിൻ്റെ റേറ്റ് പൊതുവെ കുറഞ്ഞു എല്ലാ ഹോസ്പിറ്റലും. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ എന്ന് പൊതുവെ ആൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാ ഹോസ്പിറ്റൽസും റേറ്റ് കുറച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവിന്. അല്ല ഇപ്പോൾ അവരുടെ ആ ഡയാലിസിസ് യൂണിറ്റിൽ ഇപ്പോൾ എത്ര വർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. അതൊരു ചെറിയ ഇതാണ്. പക്ഷേ അതിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവ് മറ്റുള്ള ഹോസ്പിറ്റൽസിനുണ്ടായി. ജനങ്ങൾ ഇത്രയും ചിലവ് വരുന്നുള്ളൂ, അപ്പോൾ അതിന് 2500 ചെയ്യേണ്ട കാര്യമില്ല, അത്രയും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി വന്നു. ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടി ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രാധാന്യം അതാണ് അവരോട്. പക്ഷേ അവർക്കിപ്പം വേറെ ഒരു ട്രൈബൽ സ്കൂളൊക്കെ ഉണ്ട് നിലമ്പൂർ ആ ഭാഗത്ത്. അപ്പോൾ അതിലോട്ടാണ് കൂടുതൽ ശ്രദ്ധ വന്നപ്പോഴാണ് അവർ പൊതുവെ ഇതിൽ നിന്ന് മാറിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളിയും പുള്ളിയുടെ സ്വന്തം കിഡ്നി കൊടുത്തു എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇനിഷ്യേറ്റീവാണ്. അങ്ങനെയുള്ളൊരു കൊടുക്കുമ്പോൾ അതിനകത്തൊരു പേടി മാറ്റാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. അത് കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എൻ്റെ ഒരു ടീം വർക്ക് ആദ്യം മുതലേ തന്നെ ഉള്ള സ്റ്റാഫ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാം ഈ നമ്മുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും സജീവമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിലെ വർക്കിന് ഒപ്പോസ് അവിടുത്തെ സ്റ്റാഫാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ അവരെപ്പോഴും പങ്കെടുക്കുമായിരുന്നു, ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു പിന്നെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ സമയത്ത് കുറേ പേര് വോളണ്ടറി വർക്കിന് കുറേ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ നിൽക്കാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആരോഗ്യ നികേതനിൽ വന്നാലും ഇവിടെ വെള്ളം കൊടുത്ത് തരാൻ മുതൽ ചായ ഇട്ട് തരാൻ വരെ ഒരു മടിയില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണുള്ളത്. ഞങ്ങളെ അവർ ഇൻസൈഡേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സാർ എങ്ങനെ ഈ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് പൂൾ ചെയ്തത്? അല്ല, വരുന്നവർക്ക് ശരിക്കും അതൊരു ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇവിടുന്ന് ആരെയും പിരിച്ചു വിട്ടിട്ടില്ല. ഒരു സ്റ്റാഫും അവർക്ക് എന്തെങ്കിലും ബെറ്റർ പെർസ്പെക്റ്റീവ് വരുമ്പോൾ പോകുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പോരാ എന്ന് പറഞ്ഞ് ആരും അങ്ങനെ പോയതായിട്ട് തോന്നുന്നില്ല. അവർക്ക് ഇപ്പം മാരീഡായിട്ട് വരുന്നവർ മാരീഡ് ദൂരമായിട്ട് പോകുമ്പോൾ അങ്ങനെ പോകും. പിന്നെ അല്ലെങ്കിൽ ബെറ്റർ ജോലി കിട്ടി പോകാറുണ്ട്, ഗൾഫിലൊക്കെ ജോലി കിട്ടി പോകാറുണ്ടെന്നുള്ളതല്ലാതെ ഇട്ട് കളഞ്ഞിട്ട് പോകാറില്ല. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ സ്ട്രക്ചറിൻ്റെ രീതിയും കൊണ്ടുമൊക്കെ അവർ റീസണബിളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടെ ആയിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളൊരു ഫാമിലി പോലെ എന്നാണ് എപ്പോഴും പറയാറുള്ളത്. ആർക്കും സ്വാതന്ത്ര്യമായിട്ടെന്തും പറയാം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ വി ആർ ദെയർ ടു ഹെൽപ്പ്. നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ 150ഓളം സ്റ്റാഫുണ്ട് ഹോസ്പിറ്റലിൽ ഇവിടെയും കൂടെ, രണ്ടിടത്തും കൂടെ. ഇവിടെ അധികം സ്റ്റാഫ് പെർമനൻ്റ് ആയിട്ടില്ല. അപ്പം അവരെല്ലാം ആ ഒരു സെറ്റപ്പിലാണ് അവർ കണക്കാക്കുന്നതെന്നുള്ള അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് അത് പറയാനും ചെയ്യാനും അവർക്ക് ചെയ്യാൻ മടിയില്ല, നമുക്ക് പറയാനും മടിയില്ല. ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിന് ആ ഒരു രീതിയിലുള്ളൊരു അതാണ് ശരിക്കും പറഞ്ഞാൽ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. ഓക്കെ.